بسم الله. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് അല്ലാഹു അവന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന നമ്മോട് കൽപ്പിച്ച കാര്യങ്ങൾ സാധ്യമാം വിധം പ്രാവർത്തികമാക്കണമേ എന്നും അവിടുന്ന് വിരോധിച്ച വർജിക്കാൻ കൽപ്പിച്ച കാര്യങ്ങൾ പരിപൂർണമായി ഉപേക്ഷിക്കണമേ എന്നും ആദ്യമായി തന്നെ ഓർമ്മപ്പെടുത്തട്ടെ. നാം ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ മാസം റജബാണ്, അഥവാ ഇസ്ലാമിൽ പ്രത്യേകത കൽപ്പിക്കപ്പെട്ട 4 മാസങ്ങളിൽ ഒന്നാണ് റജബ് എന്നത്. അല്ലാഹു പറഞ്ഞില്ലേ, ഇന്ന ഇദ്ദത്തശ് ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ് യൗമ ഖലഖസ് സമാവാതി വൽ അർദ മിൻഹാ അർബഅത്തുൻ ഹുറും. അല്ലാഹു പവിത്രത കൽപ്പിച്ച 4 മാസങ്ങളുണ്ട്, അതിൽ ഒന്നാണ് റജബ്. എന്താണ് റജബിൽ നാം ശ്രദ്ധിക്കേണ്ടത്? റജബ് പകുതിയോളം കഴിഞ്ഞു. ഓർമ്മപ്പെടുത്താനായി ആദ്യം തന്നെ പറയുകയാണ്, റജബിൽ പ്രത്യേകമായിട്ട് അല്ലാഹു പറഞ്ഞത് ഫലാ തദ്ലിമു ഫീഹിന്ന അൻഫുസകും. നിങ്ങൾ റജബിൽ നിങ്ങളോട് തന്നെ ദുൽമ ചെയ്യരുത്, അഥവാ പാപങ്ങൾ ചെയ്യരുത്. മറ്റേതൊരു മാസവും പാപങ്ങൾ അത് പൂർണ്ണമായി ഒഴിവാക്കേണ്ടതാകുന്നു. എന്നാൽ റജബിൽ അല്ലാഹു പവിത്രമാക്കിയെന്ന കാരണത്താൽ പാപങ്ങൾക്ക് ഗൗരവം കൂടും, ചെയ്യുന്ന പാപങ്ങൾക്ക് ശിക്ഷ കൂടും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്നതിനെ പവിത്രമാക്കുന്നു, അവൻ ഉദ്ദേശിക്കുന്നത് തിരഞ്ഞെടുക്കുന്നു. റബ്ബുക യഖ്ലുഖു മാ യശാഉ വയഖ്താർ. അല്ലാഹു ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെ അവൻ സൃഷ്ടിക്കുന്നു. അതുപോലെ തന്നെ മാസങ്ങളിൽ നിന്നും ദിവസങ്ങളിൽ നിന്നും സൃഷ്ടികളിൽ നിന്നും സ്ഥലങ്ങളിൽ നിന്നും അവൻ ഉദ്ദേശിക്കുന്നതിനെ അവൻ പവിത്രമാക്കുന്നു. മറ്റു സ്ഥലങ്ങളെ അപേക്ഷിച്ച് മക്കയെയും മദീനയെയും അല്ലാഹു പവിത്രമാക്കി, അതുപോലെ ചില മാസങ്ങളെയും അല്ലാഹു പവിത്രമാക്കിയിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് റജബ്. ഈ ഒരു കാര്യം ആദ്യമായി തന്നെ ഓർമ്മപ്പെടുത്തട്ടെ. രണ്ടാമതായി സഹോദരങ്ങളെ, നമ്മുടെ ഉമ്മത്തിനെ, മുസ്ലിം ഉമ്മത്തിനെ, പ്രധാനമായും അധികം ആളുകളെയും ദീനിൽ നിന്നും തെറ്റിച്ച് കളയുന്നത്, റബ്ബിലേക്കുള്ള അവരുടെ യാത്രയിൽ വിലങ്ങ് തടിയായി മാറുന്നത് നാളെക്കുറിച്ചുള്ള പേടിയാണ്, അഥവാ ദാരിദ്ര്യ ഭയം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ റസൂൽ മുഖേന നമ്മെ അറിയിച്ചു തന്നതല്ലേ, ഗർഭാശയത്തിൽ 40 ദിവസം പിന്നിടുമ്പോൾ അല്ലാഹു ഒരു മലക്കിനെ ഏർപ്പാടാക്കുന്നതാണ്. ആ മലക്ക് രേഖപ്പെടുത്തുന്ന കാര്യങ്ങളിൽ ചില കാര്യങ്ങൾ ഇപ്രകാരമാണ്: അവന്റെ കാലാവധി, അഥവാ എന്ന് മരിക്കും എന്നത്. മറ്റൊരു കാര്യം അവന്റെ റിസ്ക്കാണ്, മരണം വരെ ഈ ദുനിയാവിൽ അവന് ജീവിക്കാൻ വേണ്ടുന്ന കാര്യങ്ങൾ. ദുനിയാവിൽ ജീവിക്കാൻ ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം റിസ്കിൽ പെട്ടു. ഭക്ഷണമാകട്ടെ വസ്ത്രമാകട്ടെ എല്ലാം പെട്ടു. ഇത് അല്ലാഹു തആല മരണം നിശ്ചയിച്ചതുപോലെ നിശ്ചയിക്കപ്പെട്ട കാര്യമാണ്. എന്റെ സഹോദരങ്ങളെ, ഞാൻ ചോദിക്കട്ടെ, എന്താണ് ഈ വിഷയത്തിൽ നമ്മുടെ അവസ്ഥ? മരിക്കുമോ എന്ന ഭയം, അല്ലാഹു നിശ്ചയിച്ച മരണം എന്നിലേക്ക് എത്താതിരിക്കുമോ എന്ന ഭയം നമുക്ക് ആർക്കെങ്കിലും ഉണ്ടോ? എന്നാൽ റിസ്കിന്റെ കാര്യത്തിൽ, ഉപജീവനത്തിന്റെ കാര്യത്തിൽ,
പിശാച് നമ്മെ വഞ്ചിച്ചിട്ടില്ലേ? മരണം പോലെ അള്ളാഹു രേഖപ്പെടുത്തി വെച്ച ഒന്നാണെങ്കിൽ അതിന്റെ സമയമാകുമ്പോൾ അതെന്റെ അടുക്കലേക്ക് എത്തും. ഉച്ചക്ക് ഞാൻ കഴിക്കാൻ പോകുന്ന ഭക്ഷണം അത് എന്നിലേക്ക് എത്തുന്നതാണ്. രാവിലെ ഞാൻ കഴിച്ചു കഴിഞ്ഞത് അത് റബ്ബ് എനിക്ക് ആദ്യമേ രേഖപ്പെടുത്തി വെച്ചതാണ്. മരണം പോലെ മരിക്കുമോ എന്ന വിഷമത്താൽ ആരും ആദ്യാൽ ആരും ടെൻഷൻ അടിച്ച് നടക്കാറില്ല. പക്ഷെ റിസ്കിന്റെ കാര്യത്തിൽ, നാളത്തെ എന്റെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ, എന്റെ ചിലവിന്റെ കാര്യത്തിൽ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് ഇബാദത്തുകളിൽ മുഴുകാതെ അശ്രദ്ധനായി നടക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, ലൗ അന്നകും കുൻതും തവക്കലൂന അലല്ലാഹി ഹഖ്ഖ തവക്കുലിഹി, അല്ലാഹുവിൽ വേണ്ട വിധം നിങ്ങൾ തവക്കുൽ ചെയ്യുകയാണെങ്കിൽ, കാര്യങ്ങൾ അല്ലാഹുവിൽ ഏൽപ്പിക്കുകയാണെങ്കിൽ, ലറുസിഖ്തും കമാ യുർസഖു ത്വയ്ർ, പറവകളെ ഭക്ഷിപ്പിക്കുന്നത് പോലെ അള്ളാഹു നിങ്ങളെ ഭക്ഷിപ്പിക്കുന്നതാണ്. പക്ഷികൾക്ക് ഭക്ഷണം നൽകും വിധത്തിൽ അള്ളാഹു നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്നതാണ്. എന്താണ് പക്ഷികളുടെ പ്രത്യേകത? കൂട്ടിൽ തന്നെ കഴിഞ്ഞുകൂടുകയാണോ? റബ്ബ് കൊണ്ടുതരുമെന്നും പറഞ്ഞ് അല്ല. തഗ്ദൂ ഖിമാസ, രാവിലെ തന്നെ സൂര്യോദയത്തിന് ശേഷം പുറപ്പെടുകയാണ്. വതറൂഹു, പകലിന്റെ അവസാനത്തിൽ മടങ്ങി വരികയാണ്. ബിതാന, നിറഞ്ഞ വയറുമായി. പ്രഭാതത്തിൽ കാലി വയറുമായി പുറപ്പെട്ട പക്ഷികൾ ഇതാ പ്രദോഷത്തിൽ തിരിച്ചെത്തുമ്പോൾ ആ വയർ നിറഞ്ഞിരിക്കുകയാണ്. അല്ലാഹു രേഖപ്പെടുത്തി വെച്ച റിസ്ക് ആ ജീവിയുടെ ശരീരത്തിൽ ആമാശയത്തിൽ എത്തിയിരിക്കുകയാണ്. സഹോദരങ്ങൾ, ഇതുപോലെ തന്നെയാണ് നമ്മുടെ കാര്യവും. അല്ലാഹു ഉദ്ദേശിച്ച സബബുകൾ സ്വീകരിക്കുമ്പോൾ അള്ളാഹു രേഖപ്പെടുത്തിയത് നമ്മുടെ അടുക്കലേക്ക് എത്തുന്നതാണ്. ഈ ഹദീസിൽ നിന്നും അള്ളാഹു നോക്കിക്കൊള്ളും എന്ന് പറഞ്ഞു വെറുതെ ഇരിക്കാനുള്ള പാഠമില്ല. മറിച്ച് ആ പക്ഷിയെ പോലെ അതിനെ കൊണ്ട് ആ ദുർബലമായ ആ ജീവിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അത് ചെയ്യുന്നു. അതുപോലെ നാമും നമ്മെ കൊണ്ട് എന്തെല്ലാം സാധ്യമാകുമോ ആ വാതിലെല്ലാം നാം മുട്ടേണ്ടതാണ്. അല്ലാഹു പറഞ്ഞില്ലേ, അശ്ശൈത്താനു യഇദുകുമുൽ ഫഖർ, പിശാച് ആണ് ദാരിദ്ര്യഭയം ഉണ്ടാക്കുക. പിശാച് ദാരിദ്ര്യം വാഗ്ദാനം ചെയ്യുന്നു. മുഫ്സിരീങ്ങൾ യഇദുകും യുഖവ്വിഫുകും എന്ന് വിശദീകരിച്ചതായി കാണാം. പിശാചാണ് ദാരിദ്ര്യഭയം ഉണ്ടാക്കുന്നത്. എന്നാൽ നേരെ തിരിച്ച് മരണത്തിന്റെ കാര്യത്തിൽ ശൈത്താൻ ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. മരണഭയമാണോ നമ്മൾ ഉണ്ടാക്കുന്നത്? അല്ല, മരണത്തെ സംബന്ധിച്ച് അശ്രദ്ധരാക്കുകയാണ്. ദാരിദ്ര്യത്തെ സംബന്ധിച്ച് പേടിയിലും മരണത്തെ സംബന്ധിച്ച് അശ്രദ്ധയിലും. നേരെ തിരിച്ചാണ് വേണ്ടത്. എന്റെ റിസ്ക് അത് റബ്ബ് ഏറ്റതാണ്, ഞാൻ ഭയക്കേണ്ടതില്ല. മരണം അത് ഞാൻ ഭയക്കേണ്ടതാണ്. ഏത് സമയത്തും എന്നിലേക്ക് കടന്നു വരുന്നതാണ്. അതിനുവേണ്ടി ഞാൻ ഒരുങ്ങേണ്ടതുണ്ട്. മുൻഗാമികളിൽ നിന്നും പറയപ്പെട്ടതായി കാണാം, അള്ളാഹു പലയിടങ്ങളിൽ അവൻ എന്റെ റിസ്ക് ഉപജീവനം ഏറ്റെടുത്തതായിട്ട് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. എന്നാൽ ശൈത്താൻ യഇദുകുമുൽ ഫഖർ, പിശാച് ദാരിദ്ര്യത്തെ സംബന്ധിച്ച് ഭയപ്പെടുത്തുന്നു എന്ന് ഖുർആനിൽ ഒരു ഇടത്ത് വന്നിട്ടുണ്ട്. എന്നാൽ മനുഷ്യൻ പിശാചിന്റെ ആ വാക്കിനാണ് വില കൊടുത്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ അള്ളാഹുവിന്റെ വാഗ്ദാനത്തെക്കാൾ പിശാചിന്റെ ആ ഭയപ്പെടുത്തലിനാണ് അവൻ വീണു പോയിരിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നാളെ തൊട്ടുള്ള ആദി നമ്മെ വഞ്ചിക്കാതിരിക്കട്ടെ. റബ്ബിനെ ഇബാദത്ത് ചെയ്യുന്നതിൽ നിന്നും നമ്മെ തിരിക്കാതിരിക്കട്ടെ. മറ്റൊരു വിഷയം ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്, നമ്മുടെ പാപങ്ങൾ, അല്ലാഹുവിനോട് നാം ചെയ്യുന്ന ധിക്കാരങ്ങൾ, അത് നമ്മുടെ റിസ്ക് തടയപ്പെടാൻ കാരണമാണ്. വലില്ലാഹി ഖസാഇനുസ് സമാവാതി വൽ അർള്, ആകാശഭൂമികളുടെ ഖജനാവ് അല്ലാഹുവിന്റെ പക്കലാണ്. അല്ലാഹുവിനെ അനുസരിച്ചുകൊണ്ടല്ലാതെ അത് നേടിയെടുക്കാൻ സാധ്യമല്ല. നോക്കൂ, പാപങ്ങൾ റിസ്ക് തടയപ്പെടാൻ കാരണമാകും. ഹറാമുകൾ പ്രവർത്തിക്കുന്നത് അള്ളാഹു നിശ്ചയിച്ച റിസ്ക് തടയപ്പെടാൻ കാരണമാകുമെന്ന് അറിയിക്കുന്ന ഒരു ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ അബ്ദ ലയുഹ്റമു റിസ്ഖ ബിദ്ദംബി യുസീബുഹു, ഒരടിമ അവൻ ചെയ്യുന്ന പാപത്തിന്റെ ഫലമായി അവന് റിസ്ക് തടയപ്പെടും. ഒരടിമ അവൻ ചെയ്യുന്ന പാപത്തിന്റെ ഫലമായി അവന് റിസ്ക് തടയപ്പെടും. ശേഷം അവിടുന്ന് പറഞ്ഞു, വലാ യുറദ്ദുൽ ഖദറ ഇല്ല ദുആ, അല്ലാഹുവിന്റെ വിധിയെ മാറ്റാൻ ദുആക്കല്ലാതെ സാധ്യമല്ല. അതുപോലെ വലാ യസീദു ഫിൽ ഉംരി ഇല്ലൽ ബിർ, മാതാപിതാക്കളോടും മറ്റു കുടുംബക്കാരോടും കാണിക്കുന്ന നന്മ അതല്ലാതെ ആയുസ്സിൽ വർധനവ് വരുത്തുകയില്ല. എന്ന് വെച്ചാൽ അത് മനുഷ്യന്റെ ആയുസ് വർദ്ധിപ്പിക്കാൻ കാരണമാകുന്നതാണ്, അല്ലാഹുവിന്റെ വിധിയെ മാറ്റാൻ പ്രാപ്തമായതാണ്. അല്ലാഹു പറഞ്ഞില്ലേ, وضرب الله مثلا قرية كانت آمنة مطمئنة, അല്ലാഹു ഒരു നാടിനെ ഉപമിക്കുകയാണ്. മക്കയാണ് ആ നാട്.
കാനത് ആമിനതൻ മുത്മഇന്നതൻ, നിർഭയത്വമുള്ള മുത്മഇന്നതായ ഒരു നാടായിരുന്നു അത്. യഅതിഹാ റിസ്ഖുഹാ റഗദൻ മിൻ കുല്ലി മകാൻ, നാനാവിധ ഭാഗങ്ങളിൽ നിന്നും അവിടേക്ക് അല്ലാഹുവിന്റെ റിസ്ക് സുഭിക്ഷമായി വന്നുകൊണ്ടിരുന്നു. എന്നാൽ എന്ത് സംഭവിച്ചു? ഫകഫറത് ബിഅൻഉമില്ലാഹ്, ജീവിച്ചിരുന്ന ആളുകൾ അല്ലാഹുവിന്റെ നിഅമത്തിനോട് നന്ദികേട് കാണിച്ചു. സുഭിക്ഷമായി എല്ലാ ഉപജീവന മാർഗങ്ങളും എത്തിക്കൊണ്ടിരിക്കുന്ന ആ നാട്ടുകാർ അല്ലാഹുവിനോട് ധിക്കാരം കാണിച്ചു, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളോട് നന്ദികേട് കാണിച്ചു. അല്ലാഹുവിനോട് തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദികേട് കാണിക്കുന്നവർക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഇത് നാം ആണെങ്കിലും നമുക്കും ഇതാണ് അവസ്ഥ. നാം ഭയപ്പെടേണ്ടതുണ്ട്. എന്താണ് സംഭവിച്ചത്? ഫഅദാഖഹല്ലാഹു ലിബാസൽ ജൂഇ വൽ ഖൗഫ് ബിമാ കാനൂ യസ്നഊൻ, ഭയത്തിന്റെയും വിശപ്പിന്റെയും ശിക്ഷ അല്ലാഹു അവർക്ക് നൽകി. അവർ പ്രവർത്തിച്ചത് കാരണത്താൽ, തന്ന അനുഗ്രഹത്തിന് നന്ദി കാണിക്കാത്ത കാരണത്താൽ സുലഭമായി ഭക്ഷിച്ചിരുന്ന അവർ വിശപ്പ് അനുഭവിക്കാൻ തുടങ്ങി. നിർഭയത്വം ആസ്വദിച്ചിരുന്ന അവർ ഭയവിഹ്വലരായി തീർന്നു. ഇത് തന്നെയാണ് നാമും ശ്രദ്ധിക്കേണ്ടത്. ഇതാ നാം ഇപ്പോൾ ദുനിയാവ്, പ്രത്യേകിച്ച് നമ്മുടെ നാടുകളിൽ സുഭിക്ഷതയാണ്, ധന്യതയാണ്. നമ്മുടെ വല്യുപ്പമാരെല്ലാം, അല്ലെങ്കിൽ ഈ കൂട്ടത്തിലിരിക്കുന്ന കാരണവന്മാർക്ക് പോലും ഓർമ്മയുണ്ടാകും, കഞ്ഞിവെള്ളത്തിൽ നിന്നും കുറച്ച് അരിവറ്റുകൾ കിട്ടുമ്പോൾ, കുറച്ച് ചോറിന്റെ വറ്റുകൾ കിട്ടുമ്പോൾ കൺകുളിർമ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം കഴിഞ്ഞു പോയിട്ടുണ്ട്. നമ്മുടെ തലമുറയ്ക്ക് പറയാനുള്ളത് കൂടിപ്പോയാൽ കൊറോണ കാലത്ത് കഴിച്ച അല്പം റേഷൻ അരിയുടെ ചരിത്രമായിരിക്കും. എന്നാൽ തിരിച്ച് പഴയ അവസ്ഥയിലേക്ക് എത്തുന്നതിനെ തൊട്ട് നാം നിർഭയരാവേണ്ടതില്ല. ദുനിയാവിലെ പല കാരണങ്ങളും ഇനി അങ്ങോട്ട് തിരിച്ചു പോകില്ല എന്ന് നമ്മെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കേണ്ടതില്ല. അല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാതിരുന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ ആ നാട്ടുകാരുടെ അവസ്ഥ പോലെ നമുക്കും സംഭവിക്കുന്നതാണ്. ചില ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അല്ലാഹുവിനെ ധിക്കരിച്ച് ഹറാമിൽ വിന്യസിക്കുന്ന ആളുകൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മൾ കാണുന്നുണ്ടല്ലോ, അവരുടെ സമ്പത്തൊന്നും കുറയുന്നില്ലല്ലോ. അതിനുള്ള മറുപടിയാണ് ഈ ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ റഅയ്ത അല്ലാഹ അസ്സ വജല്ല യുഅതിൽ അബ്ദ മിനദ് ദുനിയ അലാ മആസിഹി മാ യുഹിബ്ബ്, പാപങ്ങളിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു അടിമയ്ക്ക് അവൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളെല്ലാം ദുനിയാവിൽ ഇങ്ങനെ അല്ലാഹു ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നതായി നീ കണ്ടാൽ, ദുനിയാവിന്റെ സകല സുഖലോലുപതകളും അവന്റെ കൈകളിൽ നീ കാണുകയാണെങ്കിൽ നീ അറിയുക, ഫഇന്നമാ ഹുവ ഇസ്തിദ്റാജ്, അത് ഇസ്തിദ്റാജാണ്. ശേഷം അല്ലാഹുവിന്റെ റസൂൽ ഈ ആയത്ത് ഓതി, ഫലമ്മാ നസൂ മാ ദുക്കിറു ബിഹി, ചില ആളുകളെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞത്, ചില ആളുകളെ സംബന്ധിച്ച് ഫലമ്മാ നസൂ മാ ദുക്കിറു ബിഹി ഫതഹ്നാ അലൈഹിം അബ്വാബ കുല്ലി ഷൈ, അല്ലാഹുവിന്റെ ഈ ദീൻ മുറുകെ പിടിക്കാതെ, അല്ലാഹുവിന്റെ കൽപ്പനയ്ക്ക് വിലവെക്കാതെ ജീവിച്ചപ്പോൾ അല്ലാഹു ആ നാട്ടുകാരെ എന്ത് ചെയ്തു? ഫതഹ്നാ അലൈഹിം അബ്വാബ കുല്ലി ഷൈ, സകലവിധ സുഖലോലുപതകളും അവർക്ക് തുറന്നു കൊടുത്തു. ശിക്ഷിക്കുന്നതിന് മുമ്പായി അല്ലാഹു എന്ത് ചെയ്തു? സകല സൗകര്യങ്ങളും ദുനിയാവിന്റെ സകല സുഖങ്ങളും അവർക്ക് നൽകി. അബ്വാബ കുല്ല ഷൈ, എല്ലാം. ഹത്താ ഇദാ ഫരിഹു ബിമാ ഊതു, അങ്ങനെ കിട്ടിയതെല്ലാം കയ്യിൽ വെച്ച് അവരിങ്ങനെ സുഖിച്ച് സന്തോഷിച്ച് കഴിയുന്ന വേളയിൽ ഫഅഖദ്നാഹും ബഗ്ത, പെട്ടെന്ന് അല്ലാഹു ഒരു പിടുത്തം പിടിച്ചു. ഫഇദാ ഹും മുബ്ലിസൂൻ, അപ്പോൾ അതാ അവർ ഇളിമ്പരായി കഴിയുകയാണ്. ആഖിറത്തിലെ അവസ്ഥയാണ്. അപ്പോൾ അനുഗ്രഹം കിട്ടി നന്ദികേട് കാണിച്ചിട്ടും അനുഗ്രഹം ഒരുപാട് അല്ലാഹു കൊടുക്കുന്നത് അത് ഇസ്തിദ്റാജ് എന്നാണ് പണ്ഡിതന്മാർ വിശേഷിപ്പിച്ചിട്ടുള്ളത്. കാരണം ആ അനുഗ്രഹങ്ങൾ അവനെ ഹറാമുകൾ കൂടുതൽ ചെയ്യിക്കുകയും അതിന്റെ എല്ലാം പാപഭാരം അവൻ വഹിക്കുകയും അവസാനം അവന് ആ പാപങ്ങൾ കാരണത്താൽ അവൻ ശിക്ഷ നൽകാനുമാണ് അല്ലാഹു അതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അനുഗ്രഹം കിട്ടിയിട്ട് നന്ദി കാണിക്കുന്നവനും അനുഗ്രഹം കിട്ടിയിട്ട് അത് ധിക്കാരത്തിൽ ഉപയോഗപ്പെടുത്തുന്നവനും നാളെ വരാൻ പോകുന്ന പര്യവസാനം വ്യത്യസ്തമാണെന്ന് ഹദീസ് അറിയിക്കുന്നുണ്ട്. അല്ലാഹു പറഞ്ഞില്ലേ, വലാ യഹ്സബന്നല്ലദീന കഫറൂ, കുഫാറുകൾ കരുതേണ്ടതില്ല, ഇന്നമാ നുംലി ലഹും ഖൈറുൽ ലിഅൻഫുസിഹിം, അവർക്കിങ്ങനെ ആയുസ് നീട്ടി കൊടുക്കുന്നത്, ഈ സുഖ സൗകര്യങ്ങളിൽ ഈ ആയുസ് ഇങ്ങനെ നീട്ടിയിട്ട് കൊടുക്കുന്നത് ഖൈറുൽ ലിഅൻഫുസിഹിം, അത് അവർക്ക് ഖൈറാണെന്ന് അവർ ധരിക്കേണ്ടതില്ല. മറിച്ച് ഇന്നമാ നുംലി ലഹും ലിയസ്ദാദു ഇസ്മാ, അവർക്കിങ്ങനെ ആയുസ് നീട്ടിക്കൊടുത്തത് അവരുടെ പാപങ്ങൾ വർദ്ധിക്കാനാണ്. അവർ ഹറാമിൽ മുഴുകൽ വർദ്ധിക്കും, അത് അവരുടെ പാപഭാരം വർദ്ധിപ്പിക്കും. അങ്ങനെ അള്ളാഹുവിന്റെ ശിക്ഷ
അത് അധികരിപ്പിക്കാനാണ് അള്ളാഹു അതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഇന്ന് സാധുക്കളായ ആളുകൾ ഈ ആളുകളെ നോക്കിയിട്ട് അവരെ പോലെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുകയാണ്. ഖാറൂന്റെ കഥ നമുക്കറിയുന്നതാണ്. ഖാറൂന്റെ ആളുകൾ ഇതുപോലെ ആഗ്രഹിച്ചതാണ്, ഖാറൂനെ പോലെ നമുക്കും ലഭിച്ചിരുന്നെങ്കിൽ. അവസാനം ഖാറൂന്റെ പര്യവസാനം കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി അള്ളാഹുവിന്റെ പിടുത്തമായിരുന്നു അതെന്ന്. സഹോദരങ്ങളെ, മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, അള്ളാഹുവിനെ അനുസരിക്കുക എന്നത് റിസ്ക് ലഭിക്കാൻ കാരണമാകും. നാം പറഞ്ഞു നേരത്തെ, റിസ്ക് എന്നത് ദുനിയാവിൽ ആവശ്യമുള്ള എന്തെല്ലാം ഉണ്ടോ അതെല്ലാം പെട്ടു. ആഡംബര കാര്യങ്ങളല്ല ഉദ്ദേശിച്ചത്. ഒരു മനുഷ്യന് ജീവിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ എല്ലാം റിസ്കിൽ പെട്ടു. ഇവിടെ അള്ളാഹുവിനെ അനുസരിക്കുക, അള്ളാഹുവിന്റെ ഇഷ്ടങ്ങൾക്ക് മുൻഗണന കൊടുക്കുക, സ്വന്തം ദേഹത്തെ ഉപേക്ഷിക്കുക എന്നത് റിസ്ക് വർദ്ധിക്കാൻ കാരണമാകും. അള്ളാഹു പറഞ്ഞില്ലേ, വലൗ അന്നഹും അഖാമു തൗറാത വൽ ഇൻജീൽ, അവർ തൗറാത്തും ഇൻജീലും അനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തിയിരുന്നെങ്കിൽ, അള്ളാഹുവിന്റെ ദീൻ അനുസരിച്ച് അവർ ജീവിച്ചിരുന്നെങ്കിൽ, ഖുർആനിന്റെ അഹ്ലുകാരായ നാമോ വമാ ഉൻസില ഇലൈഹിം, ഖുർആനിന്റെ ആളുകൾ അതനുസരിച്ച് ജീവിച്ചിരുന്നുവെങ്കിൽ, ലഅകലൂ മിൻ ഫൗഖിഹിം വമിൻ തഹ്തി അർജുലിഹിം, അവർ ആകാശത്ത് നിന്ന് മഴ പെയ്യുകയും അവരുടെ മുകളിൽ നിന്നും അവർ ഭക്ഷിക്കുമെന്ന് എന്നതുകൊണ്ട് ഉദ്ദേശം ആകാശത്ത് നിന്ന് അവർക്ക് അള്ളാഹു മഴ പെയ്ച്ച് നൽകുകയും വമിൻ തഹ്തി അർജുലിഹിം, അത് കാരണത്താൽ ഒരുപാട് ഭക്ഷ്യവിളകൾ മുളപ്പിച്ചു കൊടുത്തുകൊണ്ട് അള്ളാഹു അവർക്ക് റിസ്ക് നൽകുന്നതാണ്. അവർ എന്ത് ചെയ്താൽ ഖാമു തൗറാത വൽ ഇൻജീല വമാ ഉൻസില ഇലൈഹിം മിർ റബ്ബിഹിം, അള്ളാഹുവിൽ നിന്ന് അവതീർണമായ ഈ ദീൻ അത് മുറുകെ പിടിച്ചാൽ, അതുകൊണ്ട് അള്ളാഹുവിനെ അനുസരിക്കുക എന്നത് സഹോദര നിന്റെ റിസ്ക് വർദ്ധിപ്പിക്കുകയുള്ളൂ. അല്പനേരത്തേക്ക് നിന്റെ കടയടച്ച് നീ പള്ളിയിലേക്ക് വരിക എന്നത് സഹോദര നിന്റെ റിസ്ക് വർദ്ധിപ്പിക്കുകയുള്ളൂ. രാവും പകലും നീ കട തുറന്നിട്ടാലും ഒരു ഈച്ചയെ പോലും പ്രവേശിപ്പിക്കാൻ അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ല എങ്കിൽ അങ്ങനെ തന്നെയായിരിക്കും. മറിച്ച് നീ ഒരു മണിക്കൂർ മാത്രം ആണ് നിന്റെ കച്ചവടം തുറന്നിട്ടുള്ളതെങ്കിൽ രാവും പകലും നീ തുറക്കുന്നതിനേക്കാൾ ലാഭം നിനക്ക് നേടിത്തരാനും കഴിവുള്ളവനാണ് നിന്റെ റബ്ബ്. ഈ കാര്യം നീ മറന്നു പോവല്ലേ. മറ്റേതൊരു തൊഴിലിലാണെങ്കിലും അള്ളാഹുവിന്റെ കൽപ്പനക്ക് മുൻപിൽ തന്റെ ജോലിയെ മാറ്റി നിർത്തല്ലേ. സാധ്യമാം വിധം ആളുകളുടെ അവസ്ഥകൾ വ്യത്യസ്തമായിരിക്കും, ശരിയാണ്. ഉദുറുണ്ടോ ഇല്ലേ? നിസ്കാരത്തിൽ ജമാഅത്തിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള ഉദുറുള്ള പണിയാണോ ജോലിയാണോ എന്റേത് എന്ന് അറിവുള്ള ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കി അതിനനുസരിച്ച് അമൽ ചെയ്യേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം, ഇന്ന മിൻ ഇബാദി, എന്റെ അടിമകളിൽ ചിലരുണ്ട്, മൻ ലൗ അഗ്നൈതുഹു ലഅഫ്സദഹുൽ ഗിനാ, അല്ലാഹു ദാരിദ്ര്യമാണ് നമുക്ക് നൽകിയതെങ്കിൽ അതിൽ തൃപ്തിയുള്ളവരാവുക, സമ്പന്നതയാണ് നൽകിയിട്ടുള്ളെങ്കിൽ അതിൽ തൃപ്തിയുള്ളവരാവുക. അതിന് പ്രേരിപ്പിക്കുന്ന ഹദീസാണിത്. എന്റെ അടിമകളിൽ ചിലരുണ്ട്, മൻ ലൗ അഗ്നൈതുഹു, അവർ ദരിദ്രനാണ്, അവരെ ഞാൻ ധനികരാക്കിയാൽ അതെന്ത് സംഭവിക്കും, എന്തിന് കാരണമാകും? ലഅഫ്സദഹുൽ ഗിനാ, ആ സമ്പന്നത അവനെ നശിപ്പിച്ചു കളയും, ദീനിൽ നിന്നും അകറ്റിക്കളയും. നേരെ തിരിച്ചും, വഇന്ന മിൻ ഇബാദി മൻ ലൗ അഫ്ഖർതുഹു, എന്റെ സമ്പന്നരായ ചില അടിമകളുണ്ട്, അവരെ ഞാൻ ദരിദ്രരാക്കി തീർത്താൽ ലഅഫ്സദഹുൽ ഫഖർ, ആ ദാരിദ്ര്യം അവരെ ഫസാദിലാക്കി കളയും, അവരുടെ ദീൻ നശിപ്പിച്ചു കളയും. അല്ലാഹുവാണ് നമ്മുടെ അവസ്ഥ നമുക്ക് തിരഞ്ഞെടുത്ത് തന്നത്. ദരിദ്രനാണോ ധനികനാണോ റബ്ബിന്റെ തീരുമാനമാണ്. അതിൽ തൃപ്തി അടയാൻ എന്ത് തടസ്സമാണ് നിനക്കുള്ളത്? അല്ലാഹുവിനറിയാം ഏത് അവസ്ഥയാണ് നിനക്ക് കൂടുതൽ യോജിച്ചത് എന്നത്. മുൻഗാമികൾ പറഞ്ഞിട്ടില്ലേ, പല ആളുകൾക്കും സമ്പന്നത കൈവരിച്ച ശേഷം അവരിൽ ജീവിതത്തിൽ ഉണ്ടായ മാറ്റം, ആ മാറ്റത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി അല്ലാഹു എന്തുകൊണ്ട്, എനിക്ക് മനസ്സിലായി സമ്പന്നത എനിക്ക് നൽകാത്തത് വലിയ അനുഗ്രഹമായി എന്നത്. അല്ലാഹുവിലേക്ക് അകറ്റുന്ന സമ്പന്നതയേക്കാൾ അല്ലാഹുവിലേക്ക് അടുപ്പിക്കുന്ന ദാരിദ്ര്യമല്ലേ സഹോദരങ്ങളെ ഏറ്റവും യോജ്യമായത് നമുക്ക്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആയിൽപ്പെട്ടതായിരുന്നു എന്ത്? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ശർരി ഫിത്നത്തിൽ ഗിനാ വൽ ഫഖർ, അല്ലാഹുവേ ദാരിദ്ര്യത്തിന്റെയും സമ്പന്നതയുടെയും ഫിത്നയിൽ നിന്നും. എന്താണ് അവിടുന്ന് വിശേഷിപ്പിച്ചത്? പരീക്ഷണം. ദാരിദ്ര്യവും പരീക്ഷണമാണ്, സമ്പന്നതയും പരീക്ഷണമാണ്. ദാരിദ്ര്യവും പരീക്ഷണമാണ്, സമ്പന്നതയും പരീക്ഷണമാണ്. രണ്ടിനെയും ഫിത്നത്തുൽ ഗിനാ വൽ ഫഖർ, ഈ രണ്ട് പരീക്ഷണത്തിൽ നിന്നും റബ്ബേ, അതിന്റെ ഷർറിൽ നിന്നും, ഈ പരീക്ഷണത്തിന്റെ ഷർറിൽ നിന്നും റബ്ബേ ഞാൻ നിന്നോട്, അല്ലാഹുവേ ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു എന്നത് അല്ലാഹുവിന്റെ റസൂലിന്റെ ദുആയിൽപ്പെട്ടതായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ദാരിദ്ര്യത്തിൽ ക്ഷമിക്കാനും
അതുപോലെ തന്നെ ധന്യതയിൽ അവനോട് നന്ദി കാണിക്കാനുള്ള തൗഫീഖ് നമുക്ക് എവർക്കും നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാ സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. സഹോദരന്മാരെ, എന്നു മുതലാണ് നാം മുസ്ലിമീങ്ങൾക്കിടയിൽ സമ്പന്നത എന്നത് വിജയത്തിന്റെ മാനദണ്ഡമായി തീർന്നത്? മുസ്ലിമീങ്ങളിലേക്ക് പുതുതലമുറയെന്നില്ല, കാരണവന്മാരിലേക്ക് വരെ നോക്കുക. അവരുടെ സംസാരങ്ങളിൽ സമ്പന്നത എന്നത് വിജയത്തിന്റെ ഒരു മാനദണ്ഡമായി അവർ പറയുന്നതായി കാണാം. അവരുടെ പ്രവർത്തനങ്ങളിൽ അത് കാണാം. ദാരിദ്ര്യം മാറി സമ്പന്നത വരിക എന്നത് അള്ളാഹുവിന്റെ നിഅമത്താണ്, അള്ളാഹുവിന്റെ അനുഗ്രഹമാണെന്നതിൽ സംശയമില്ല. പക്ഷെ ദാരിദ്ര്യം മാറി സമ്പന്നത വന്നാൽ ആ ആൾ വിജയിച്ചു എന്ന് എന്തടിസ്ഥാനത്തിലാണ് നാം പറയുക? മുൻഗാമികൾ അങ്ങനെയല്ല കണ്ടിരുന്നത്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ആരായിരുന്നു അദ്ദേഹം? ഒന്നുമില്ലായ്മയിൽ നിന്ന് അള്ളാഹു ഒരുപാട് നൽകിയ വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ സമ്പത്തിനെ കുറിച്ച് ഇപ്രകാരം ചരിത്ര ഗ്രന്ഥങ്ങളിൽ വന്നതായി കാണാം. മദീനയിൽ നിന്നും അങ്ങ് ദൂരേക്ക് ആളുകൾ നോക്കിയാൽ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന്റെ ചരക്ക് വഹിക്കുന്ന ഒട്ടകക്കൂട്ടങ്ങളുടെ കുളമ്പ് മരുഭൂമിയിൽ തട്ടിയ കാരണത്താൽ അതൊരു പൊടിക്കാറ്റ് പോലെ മദീനയിലുള്ള ആളുകൾക്ക് അനുഭവപ്പെടുമായിരുന്നു പോലും. നൂറുകണക്കിന് ഒട്ടകങ്ങൾ അദ്ദേഹത്തിന്റെ ചരക്ക് വഹിക്കാൻ തന്നെ ഉണ്ടായിരുന്നു. ഈ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് സമ്പന്നതയെ വിജയമായി മനസ്സിലാക്കിയിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് നോക്കൂ, ഉബ്തുലീനാ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിദ്ദറാ. അല്ലാഹുവിന്റെ റസൂലിനോടൊപ്പം കഷ്ടതകളും പ്രയാസങ്ങളും ദാരിദ്ര്യവും ഞങ്ങൾ അനുഭവിച്ചു. അല്ലാഹു ഞങ്ങളെ അങ്ങനെ പരീക്ഷിച്ചു. പരീക്ഷണമായിട്ടായിരുന്നു അവരത് മനസ്സിലാക്കിയത്, അല്ലാഹുവിന് തന്നോടുള്ള ദേഷ്യമായിട്ടല്ല. അപ്പോൾ അവരെന്ത് ചെയ്തു? ഫസബർന, ആ സമയത്ത് ഞങ്ങൾ ക്ഷമിച്ചു. റബ്ബിന്റെ പ്രതിഫലം പ്രതീക്ഷിച്ച് ഞങ്ങൾ ക്ഷമിച്ചു. ശേഷം അദ്ദേഹം പറയുകയാണ്, സുമ്മ ഉബ്തുലീന, ശേഷം ഞങ്ങൾ പരീക്ഷിക്കപ്പെട്ടു. വിജയിച്ചു എന്നല്ല, ശേഷം ഞങ്ങൾ പരീക്ഷിക്കപ്പെട്ടു. ബഅദഹു ബിസ്സറാ, ധന്യത മുഖേന സമ്പത്ത് കുന്നുകൂടി. അവിടുത്തെ മരണശേഷം ബിസ്സറാ ഫലം നസ്ബിർ, നേരത്തെ ഫഖറിൽ ദാരിദ്ര്യത്തിൽ ക്ഷമിക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സ്വഹാബി അവസ്ഥ മാറി. ധന്യത വന്നപ്പോൾ പറയുകയാണ്, ഫലം നസ്ബിർ, സബർ ചെയ്യാൻ കഴിഞ്ഞില്ല എന്നത്. ദുനിയാവ് കുന്നുകൂടിയപ്പോൾ അല്പമെങ്കിലും ഖൽബ് അശ്രദ്ധമായി എന്നത് സ്വഹാബികൾ പോലും അംഗീകരിച്ച കാര്യമാണ്. വിജയത്തിന്റെ മാനദണ്ഡമല്ല സമ്പത്ത്. നമ്മുടെ പുതുതലമുറയ്ക്ക് പല ഇക്വേഷൻസ് പറഞ്ഞു കൊടുക്കുകയാണ്. മണി ഈക്വൽ ടു പവർ, അല്ലെങ്കിൽ ടൈം ഈക്വൽ ടു മണി. സമയം എന്ന് പറഞ്ഞാൽ അത് പൈസയാണ്. ഒരു മിനിറ്റ് ഉണ്ടെങ്കിൽ ആ സമയത്ത് പണം ഉണ്ടാക്കാനുള്ള പണി എന്താണോ അത് എടുത്തുകൊള്ളുക. ഇതുപോലുള്ള കായികകൾ, ബിസിനസ് മോട്ടിവേറ്റേഴ്സ് എന്നും മറ്റും പറഞ്ഞ ആളുകൾ പുതു തലമുറയെ അതിന് പ്രാപ്തമാക്കുകയാണ്. ആ ഒരു ഉപദേശങ്ങൾ കൊടുക്കുകയാണ്. അല്ല, ഇങ്ങനെയല്ല സ്വഹാബികൾ ധന്യതയെ മനസ്സിലാക്കിയത്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഫവല്ലാഹി, അല്ലാഹുവാണ് സത്യം, മൽ ഫഖറു അഖ്ശാ അലൈക്കും, ദാരിദ്ര്യം നിങ്ങളെ പിടികൂടുക എന്നതല്ല ഞാൻ ഭയക്കുന്നത്. സഹോദരന്മാരെ, നാം ദരിദ്രരാവുക എന്നതല്ല അല്ലാഹുവിന്റെ റസൂൽ ഭയപ്പെട്ടിരുന്നത്. ഇന്നമാ അഖ്ശാ അലൈക്കും ദുനിയാ അൻ തുബ്സത അലൈക്കും കമാ ബുസിതത് അലാ മൻ കാന മിൻ ഖബ്ലിക്കും അലാ മൻ കാന ഖബ്ലക്കും. നിങ്ങളുടെ മുൻഗാമികൾക്ക് ദുനിയാവ് വിശാലമായി ലഭിച്ചതുപോലെ നിങ്ങൾക്കും അതുപോലെ വിശാലമായി ലഭിക്കുന്നതിനെയാണ് ഞാൻ ഭയപ്പെടുന്നത്. എന്താണ് അതുകൊണ്ട് സംഭവിക്കുക? ഫതനാഫസൂഹാ കമാ തനാഫസൂഹാ, ആ മുൻഗാമികൾ, ആ ആളുകൾ മത്സരിച്ചതുപോലെ നിങ്ങളും മത്സരിക്കും. ഗൾഫ് പണം നാട്ടിലേക്ക് എത്തി നാം അനുഭവിച്ചതാണിത്, നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതാണിത്. അതിന് നല്ല ഉദാഹരണം മറ്റൊന്നില്ല. വതുൽഹീകും കമാ അൽഹത്ഹും, മനുഷ്യനെ പരസ്പരം മാത്സര്യത്തിലാക്കും. ദുനിയാവിന്റെ വിഭവങ്ങളിൽ അവനേക്കാൾ മെച്ചപ്പെട്ടത് എനിക്ക് നേടണം,
ആളുകൾക്ക് മുമ്പിൽ എനിക്ക് പ്രദർശിപ്പിക്കണം ഈ ഒരു ചിന്താഗതി, ഈ ഒരു മത്സര ബുദ്ധി. അത് എന്തിലേക്ക് എത്തിക്കും? വതുൽഹീകും, ദീനിൽ നിന്നും അശ്രദ്ധനാക്കും, അള്ളാഹുവിന്റെ ദിക്റിൽ നിന്ന് അശ്രദ്ധനാക്കും, അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിക്കുന്നതിൽ നിന്ന് അശ്രദ്ധനാക്കും. മറ്റൊരു ലഫ്സിൽ കാണാം ഫതുഹ്ലികകും കമാ അഹ്ലകതുഹും, അത് നിങ്ങളെ ആ മുൻഗാമികളെ നശിപ്പിച്ചതുപോലെ നിങ്ങളെയും നശിപ്പിക്കും. സഹോദരങ്ങളെ, സമ്പത്ത് വിജയത്തിന്റെ മാനദണ്ഡമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മുടെ കുഞ്ഞുമക്കൾക്ക് പറഞ്ഞു കൊടുക്കുക ഇതുപോലുള്ള കാര്യങ്ങൾ. ആഡംബര ജീവിതം നേടിയെടുത്തു കഴിഞ്ഞാൽ അതാണ് യഥാർത്ഥ വിജയം എന്ന് മനസ്സിലാക്കിയിരിക്കുന്ന ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക കാര്യത്തിന്റെ യാഥാർത്ഥ്യം. അള്ളാഹുവിന്റെ റസൂലുമാർക്കെതിരെ നിന്നത് അധികവും ധനികരാണ്. സത്യം സ്വീകരിക്കാതെ റസൂലുമാരെ തള്ളിക്കളഞ്ഞത് ധനികരാണ്. റസൂലുമാരുടെ ദഅവത്ത്, അള്ളാഹുവിന്റെ ദഅവത്ത്, അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകിയത് നേരെ തിരിച്ച് ദരിദ്രരുമായിരുന്നു. സമ്പന്നത സത്യം സ്വീകരിക്കാൻ, ഹക്ക് മനസ്സിലാക്കാൻ വരെ തടസ്സമായിട്ടുണ്ട്. ഖാലൽ മലഉ الذين كفروا من قومه لنخرجنك يا شعيب, ദഅവത്ത് അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ നാട്ടിൽ നിന്ന് പുറത്താക്കുമെന്ന് ദരിദ്രരല്ല പറഞ്ഞത്, മറിച്ച് നാട്ടിലെ പ്രമാണിമാരും സമ്പന്നരുമാണ്. അതുപോലെ അൽ മല, സമ്പന്നർ, അതുപോലെ തന്നെ നാട്ടിലെ പ്രമാണിമാർ, ഇവരായിരുന്നു ദഅവത്ത് സ്വീകരിക്കാതിരുന്നത്. സമ്പന്നത സത്യത്തിൽ നിന്നും അകറ്റുമെന്നത് ഇതിന് തെളിവായിക്കൊണ്ട് ഈ കാര്യം പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. അല്ലാഹു പറഞ്ഞില്ലേ, വലൗ ബസതല്ലാഹു റിസ്ക ലിഇബാദിഹി ലബഗൗ ഫിൽ അർള്, അല്ലാഹു എങ്ങാൻ തന്റെ അടിമകൾക്ക് റിസ്ക് വളരെ വിശാലമാക്കി നൽകിയിരുന്നെങ്കിൽ ലബഗൗ ഫിൽ അർള്, അവർ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുമായിരുന്നു. മരണം വരെ ജീവിക്കാനുള്ള സകല കാര്യവും ഒറ്റയടിക്ക് നമ്മുടെ കയ്യിൽ, സകല ധനവും സകല സൗകര്യങ്ങളും നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ അങ്ങനെയായിരിക്കും. അതൊരു പക്ഷെ എനിക്ക് നല്ലതല്ലേ എന്നായിരിക്കും കരുതുക. അല്ല, നാം ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുമെന്നായിരുന്നു എന്നാണ് അള്ളാഹു അറിയിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹു ആവശ്യത്തിനനുസരിച്ച് അതിന്റെ സമയത്തേക്ക് നമുക്ക് നിശ്ചയിച്ചു തരുന്നു. വലാകിൻ യുനസ്സിലു ബിഖദരി മാ യശാ, എന്നാൽ അള്ളാഹു അത് അതിന്റെ ആവശ്യാനുസരണം അള്ളാഹു നമുക്ക് നൽകുന്നു. ഇന്നഹു ബിഇബാദിഹി ഖബീറുൻ ബസീർ. ശേഷം അള്ളാഹു പറയുന്നു, തന്റെ അടിമകളുടെ കാര്യത്തിൽ അള്ളാഹു ഖബീറാണ്. അള്ളാഹുവാണ് കാര്യങ്ങൾ സൂക്ഷ്മമായി അറിയുന്നത്. ദാരിദ്ര്യമാണോ ധന്യതയാണോ, അവന് വേണ്ട റിസ്ക് എങ്ങനെയാണ് എപ്പോഴാണ് വേണ്ടത് എന്ന കാര്യം അള്ളാഹുവാണ് ഏറ്റവും നന്നായി അറിയുന്നവൻ. അതുപോലെ ബസീർ, അവന്റെ കാര്യങ്ങളെ കുറിച്ച് എല്ലാം കാണുന്നവനും അള്ളാഹുവാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ദുനിയാവിലെ ഈ ജീവിതം അത് അള്ളാഹു പരീക്ഷണമാണ് ഉദ്ദേശിച്ചത് എന്ന യാഥാർത്ഥ്യം മറന്നു പോകല്ലേ എന്നൊന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ് എന്ന് പല ആവർത്തി അള്ളാഹു ആവർത്തിച്ച് ഓർമ്മിപ്പിച്ച കാര്യമാണ്. അതുകൊണ്ട് തന്നെ നാം അനുഭവിക്കുന്ന ഏതൊരു പ്രയാസത്തിനും ഈ ഒരു ആയത്ത് പരിഹാരമാണ്. ഈ ഒരു ആയത്ത് വലിയൊരു മരുന്നാണ്. അള്ളാഹുവിന്റെ ഖുദ്റത്തിൽ സംശയിക്കരുത്. ജീവിത ലക്ഷ്യം സമ്പത്തല്ല എന്ന കാര്യം മനസ്സിലാക്കണമേ. അതുപോലെ തന്നെ ആഡംബരം അത് ഈ ദുനിയാവിന്റെ ലക്ഷ്യമാക്കി മാറ്റരുത്. അള്ളാഹു പറഞ്ഞു, അൽഹാകുമുത് തകാസുർ, പരസ്പരം പെരുപ്പം കാണിക്കുക. ദുനിയാവിലെ വസ്തുക്കൾ അതിൽ വാങ്ങിക്കൂട്ടി പരസ്പരം പെരുപ്പം കാണിക്കുക എന്നത് അൽഹാക്കും, നിങ്ങളെ അശ്രദ്ധരാക്കിയിരിക്കുന്നു. ഏതുവരെ? ബോധം വെക്കുന്ന ഒരു സമയമുണ്ട്. ഏതാണത്? ഹത്താ സുർത്തുമുൽ മഖാബിർ, നിങ്ങൾ ഖബറിടങ്ങൾ സന്ദർശിക്കുന്നത് വരേക്കും. എന്ന് വെച്ചാൽ 3 പിടി മണ്ണ് തന്റെ മേൽ വന്ന് പതിക്കുന്നത് വരേക്കും. സഹോദരങ്ങളെ, ആഖിറത്തിന്റെ കാര്യത്തിൽ അശ്രദ്ധരാവല്ലേ. നോക്കൂ, ചെറിയ ചെറിയ സൂറത്തുകളിൽ അല്ലാഹു ആവർത്തിച്ച് ആഖിറത്തിന്റെ കാര്യമാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ, ഭൂമി അതിന്റെ പ്രകമ്പിപ്പിക്കപ്പെട്ടാൽ വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹാ, ഭൂമി അതിന്റെ ഭാരങ്ങളെ എല്ലാം പുറന്തള്ളപ്പെട്ടാൽ, എന്ന് വെച്ചാൽ ഭൂമിയിലുള്ള നിധികളും അതുപോലെ ഇത് കണ്ട കാലം അത്രയും ഖിയാമത്ത് നാൾ വരെയും മരിച്ച മനുഷ്യരെ എല്ലാം ഭൂമി പുറന്തള്ളും. അത് സംഭവിച്ചു കഴിഞ്ഞാൽ വഖാലൽ ഇൻസാനു മാ ലഹാ, എന്താണ് ഈ ഭൂമിക്ക് പറ്റിയതെന്ന് മനുഷ്യൻ പറയുകയും ചെയ്താൽ യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ, ഭൂമി അന്ന് അതിനു മേൽ വെച്ച് നടന്ന കാര്യങ്ങളെല്ലാം ഭൂമി അന്ന് പറയുന്നതാണ്. ഭൂമിയെ കൊണ്ട് റബ്ബ് സംസാരിപ്പിക്കുന്നതാണ്. അള്ളാഹുവിന്റെ ഖുദ്റത്തിൽ സംശയമുണ്ടാകും ചില ആളുകൾക്ക്. അതെങ്ങനെ ഭൂമി സംസാരിക്കും? ഈ വക സംശയങ്ങൾക്കുള്ള മറുപടിയാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ ഒരു സ്വഹാബി വന്ന് ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ, കുഫാറുകളെ അള്ളാഹു മുഖം കുത്തി നാളെ പരലോകത്ത് നടത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതെങ്ങനെയായിരിക്കും? അവിടുന്ന് മറുപടി പറഞ്ഞു,
ഇഹലോകത്ത് ദുനിയാവിൽ ഇരുകാലിൽ നടത്തിച്ച റബ്ബ് പരലോകത്ത് അവരെ മുഖം കുത്തി നടത്തിപ്പിക്കാൻ കഴിവുള്ളവനല്ലേ? അല്ലാഹുവിന് അസാധ്യമാണോ? അല്ല. അല്ലാഹുവിന്റെ ഖുദ്റത്ത് നാം മനസ്സിലാക്കുക. അല്ലാഹു ഭൂമിയെ കൊണ്ട് സംസാരിപ്പിക്കും. ഭൂമിക്ക് മേൽ വെച്ച് നീ ചെയ്ത നന്മയാകട്ടെ തിന്മയാകട്ടെ അതെല്ലാം ഭൂമി സാക്ഷിയാണ്. അതിന്റെ റബ്ബ് ഭൂമിക്ക് കൽപ്പന നൽകുകയും അക്കാരണത്താൽ ഭൂമി സംസാരിക്കുകയും ചെയ്യുന്നതാണ്. അന്നത്തെ ദിവസം ഖിയാമത്ത് നാളിൽ വിചാരണ കഴിഞ്ഞ വേളയിൽ ഇനി അവന്റെ അമലുകൾ കാണാൻ വേണ്ടി മനുഷ്യൻ ഒരുങ്ങുന്നതാണ്. തന്റെ ചെയ്തു വെച്ച പ്രവർത്തികൾ കാണാൻ വേണ്ടി മനുഷ്യൻ മടങ്ങുന്നതാണ് അവന്റെ വിചാരണ ചെയ്യപ്പെട്ടതിന് ശേഷം. ആ സമയം ഒരു ചെറിയ ഉറുമ്പിന്റെ അത്രയും നന്മയാണ് പ്രവർത്തിച്ചിട്ടുള്ളതെങ്കിൽ ആ നന്മയ്ക്ക് പ്രതിഫലം അവൻ അവിടുന്ന് കാണാവുന്നതാണ്. നിസ്സാരമാണെന്ന് കരുതിയ ആ അമല് പോലും പരലോകത്ത് അവന്റെ മുമ്പിൽ അവന് വലിയൊരു മുതൽക്കൂട്ടായി മാറിയത് അവന് കണ്ണുകൊണ്ട് കാണാവുന്നതാണ്. നേരെ തിരിച്ച് നിസ്സാരമായി കണ്ട പാപങ്ങൾ തനിക്ക് വിനയായി അവന്റെ കൺമുമ്പിൽ വരുന്നതും അവന് കാണുന്നതാണ്. ഒരു ചെറിയ ഉറുമ്പിന്റെ അത്രത്തോളം തിന്മയാണ് അവൻ ചെയ്തതെങ്കിലും അതിന്റെ ശിക്ഷ അവന് പരലോകത്ത് കൺമുമ്പിൽ കാണാവുന്നതാണ്. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദുനിയാവിന്റെ അവസ്ഥയെ കുറിച്ച് പറഞ്ഞു തന്ന അവസ്ഥ അത് അതുപോലെ തന്നെ മനസ്സിലാക്കാനും ദുനിയാവിന്റെ ആളുകൾ ദുനിയാവിനെ സംബന്ധിച്ചും അതിന്റെ സുലോലുപതയെ സംബന്ധിച്ചും നമ്മുടെ മനസ്സിലേക്ക് കുത്തിവെക്കുന്ന കാര്യങ്ങൾ അതിനെ സംബന്ധിച്ച് പുറംതിരിച്ച് നടക്കാനും എന്നെ തന്നെ അതുപോലെ തന്നെ നിങ്ങളെയും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീൻ യഥാവിധി പഠിക്കാനും അത് മനസ്സിലാക്കാനും ദുനിയാവിന്റെ നിത്യർത്ഥകതയും ആഖിറത്തിന്റെ പ്രാധാന്യവും ഖുർആൻ ആവർത്തി പാരായണം ചെയ്ത് മനസ്സിലാക്കാനുമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകുമാറാവട്ടെ. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. صلى الله وسلم وبارك على نبينا محمد والحمد لله رب العالمين.